الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا ورب زدنا علما. يا حي يا قيوم برحمتك نستغيث أصلح لنا شأننا كلها ولا تكلنا إلى أنفسنا طرفة عين. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇന്നു മുതൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ അഖീദ പഠനത്തിന്റെ നവാഖിദുൽ ഇസ്ലാം എന്ന ഒരു കിതാബ് നമ്മൾ പഠിക്കാൻ ആരംഭിക്കണം ഇൻഷാ അല്ലാഹ്. നമ്മുടെ ദീനുൽ ഇസ്ലാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫന്നാണ് അഖീദ, വിശ്വാസപരമായ കാര്യങ്ങൾ പഠിക്കുക എന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹുമായി ബന്ധപ്പെട്ട്, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട, ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട വിശ്വാസം, അതിനെക്കുറിച്ച് പഠിക്കൽ ഓരോ വിശ്വാസിക്ക് നിർബന്ധമായ കാര്യമാണ്. പറയേണ്ട കാര്യം എനിക്ക് അറിയുണ്ടാവും. കാരണം അത് ശരിയായാലാണ് ബാക്കി കർമ്മങ്ങൾ ശരിയാവുക. അപ്പോൾ നമ്മൾ അഖീദ പഠനത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത നവാഖിദുൽ ഇസ്ലാം എന്ന കിതാബ് ഒരു മതവിദ്യാർത്ഥി അവന്റെ അഖീദ പഠനത്തിന്റെ ആരംഭത്തിൽ പഠിച്ചിരിക്കേണ്ട ഗ്രന്ഥമാണ്. ഒരു അറബി കോളേജിൽ പോയാലും ഒക്കെ ആദ്യം കാണാതെ പഠിക്കുന്നതും ആദ്യം അതിന്റെ വിശദീകരണം പഠിക്കുന്നതുമായ ഒരു ഗ്രന്ഥമാണ് നവാഖിദുൽ ഇസ്ലാം. നമ്മൾ മുമ്പൊക്കെ മദ്രസയിൽ മുബത്തിലാത്തുൽ വുദു, അതുപോലെ തന്നെ മുബത്തിലാത്തുൽ സ്വലാഹ്, വുദു മുറിയുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ നിസ്കാരം മുറിയുന്ന കാര്യങ്ങൾ, ഹജ്ജ് ബാത്തിലാവുന്ന കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. എന്നാൽ ഇതൊക്കെ ശരിയാവാൻ, ഈ കർമ്മങ്ങളൊക്കെ ശരിയാക്കേണ്ട ഷഹാദത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് പറഞ്ഞു പോകുന്ന കാര്യങ്ങളെ സംബന്ധിച്ചോ അതിന്റെ ഷർത്തോ അർക്കാനുകളോ ഒന്നും സാധാരണ മദ്രസകളിൽ പഠിപ്പിക്കപ്പെടാറില്ല മുമ്പ് കാലങ്ങളിൽ. നമ്മുടെ സാധാരണ നാടുകളിലുള്ള മദ്രസകളിൽ ഇന്നതിന് മാറ്റമുണ്ട്, അൽഹംദുലില്ലാഹ്. എന്നാൽ അനിവാര്യമായി പഠിപ്പിക്കപ്പെടേണ്ട ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അൽഹംദുലില്ലാഹ് അള്ളാഹു നമുക്ക് പഠിക്കാൻ, കുറച്ച് വൈകിട്ടാണെങ്കിലും പഠിക്കാൻ തൗഫീഖ് നൽകുന്നത് വലിയ നിഅമത്താണ്. നമ്മൾ അമുഖമായി സൂചിപ്പിക്കുന്നത്, നമുക്കൊരു ഇതിനൊരു പുസ്തകം ഉണ്ടാവണം ഇൻഷാ അല്ലാഹ്. ഷെയ്ഖ് റഹിമഹുല്ലാഹ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, അദ്ദേഹമാണ് ഈ ഗ്രന്ഥത്തിന്റെ രചയിതാവ്, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. അപ്പൊ ഇതില് ഷെയ്ഖ് റഹിമഹുല്ലാഹു തആല ഇസ്ലാം മുറിഞ്ഞു പോകുന്ന 10 കാര്യങ്ങളാണ് ഈ ഗ്രന്ഥത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഇസ്ലാം ഈ 10 കാര്യങ്ങൾ ചെയ്താൽ അവൻ ഇസ്ലാമിന്റെ ദായത്തിൽ നിന്ന് പുറത്താണ്. നഖല എന്ന ക്രിയയിൽ നിന്നാണ് നാക്കിൽ മുറിഞ്ഞു പോകുന്നത്. നവാക്കിൽ അതിന്റെ ബഹുവചനമാണ്, നാക്കിലിന്റെ ബഹുവചനമാണ് നവാക്കിൽ, മുറിയുന്ന കാര്യങ്ങൾ. അൽ ഇസ്ലാം മുറിയുന്ന കാര്യങ്ങളാണ് ഇതിൽ പരാമർശിക്കുന്നത്. നഖല എന്നത് ക്രിയയാണ്, നഖല അതിന്റെ ഇസ്മു ഫഅൽ നാഖിദ്, മുറിക്കുന്നത്, മുറിക്കുന്നവൻ. അതിന്റെ ബഹുവചനം നവാഖിദ് എന്നാണ്, മുറിക്കുന്ന കാര്യങ്ങൾ. ഇസ്ലാം നവാഖിദുൽ ഇസ്ലാമി എന്നാണ് അതിന്റെ ഭാഷാഘടന. ഇസ്ലാം മുറിക്കുന്ന കാര്യങ്ങൾ, ആ 10 കാര്യങ്ങളാണ് ഷെയ്ഖ് റഹിമഹുല്ലാഹു തആല ഈ ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുന്നത്. സാധാരണ പൊതുവെ നമ്മുടെ നാട്ടിൽ മനസ്സിലാക്കി വന്ന കാര്യം, തൗഹീദ് മനസ്സിലാക്കിയാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ക്ലിയർ ആകുക എന്ന് പറഞ്ഞാൽ ഷിർക്ക് ചെയ്യാതിരിക്കലാണ്. ഷിർക്ക് ചെയ്യാതെ പിന്നെ അവൻ എന്ത് ചെയ്താലും പ്രശ്നമില്ലെന്നാണ്. എന്താണ് സലഫികൾ എന്ന് പറഞ്ഞാൽ, സാധാരണ പൊതുവെ നാട്ടിലുള്ള ഒരു കാഴ്ചപ്പാട് ഞാൻ പറയാം. എന്താണ് മുജാഹിദ് അല്ലെങ്കിൽ സലഫി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാൽ, അവർ പറയും ഷിർക്ക് ചെയ്യാത്തവരാണ്, അള്ളാഹുവിനെ കൂടാതെ വേറെ ആരെയും ആരാധിക്കാത്തവരാണ് എന്ന് പറയലുണ്ട് സാധാരണ. സത്യത്തിൽ അത് അതിന്റെ ഒരു ഭാഗം മാത്രമായിട്ടുള്ളൂ. ഈ 10 കാര്യങ്ങൾ നമ്മൾ എണ്ണാൻ പോകുന്ന ഒരു കാര്യം മാത്രമാണ് ഷിർക്ക് ചെയ്യൽ. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഒന്നാമത്തെ കാര്യം ഷിർക്ക് ചെയ്യലാണ്. ഏറ്റവും ഗുരുതരമായ കാര്യങ്ങളിൽപ്പെട്ട ഒന്ന് ഷിർക്ക് ചെയ്യലാണ്. അതുകൂടാതെ 9 കാര്യങ്ങൾ ഷെയ്ഖ് റഹിമഹുല്ലാഹു തആല ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇജ്മാ ആയ 10 കാര്യങ്ങളാണ് ഇതിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ജഹല് കാരണം, ഷിർക്ക് ഒഴിച്ച് ബാക്കി ഒന്നും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമല്ല. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യം ഷിർക്ക് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പല ആൾക്കാരുടെയും വായിൽ നിന്നും കുഫറിന്റെ വർത്തമാനങ്ങൾ, നമ്മുടെ ഖൗമിൽപ്പെട്ട പല ആളുകളുടെയും പ്രവർത്തനങ്ങളിൽ കുഫറിന്റെ പ്രവർത്തനങ്ങൾ വന്നു ഭവിക്കുന്നതായി കാണാറുണ്ട്. അത് ജഹലാണ്, ജഹാലത്ത് കൊണ്ടാണ്, അറിവില്ലായ്മയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ 10 കാര്യം പഠിക്കുമ്പോഴാണ്, ഇസ്ലാം മുറിഞ്ഞു പോകുന്ന ഈ 10 കാര്യങ്ങൾ പഠിക്കുമ്പോഴാണ് നമുക്ക് കുഫർ നമ്മുടെ ജീവിതത്തിലേക്ക് വരാതെ, കുഫറിന്റെ ഒരു അംശം പോലും ജീവിതത്തിലേക്ക് വരാതെ
കൃത്യമായ മുവഹിദായി കൃത്യമായ മൻഹജ് അനുസരിച്ച് നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇന്നൊരു ആമുഖം മുഅല്ലിഫിനെ സംബന്ധിച്ച്. മുഅല്ലിഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയണ്ടാവും, മുഅല്ലിഫ് രചയിതാവ്, രചയിതാവിനാണ് മുഅല്ലിഫ് എന്ന് പറയുക. അല്ലഫ എന്ന് പറഞ്ഞാൽ രചിക്കുക, അല്ലഫ യുഅല്ലിഫു, അതിന്റെ ഇസ്മു ഫാഇൽ ആണ് മുഅല്ലിഫ്, രചയിതാവ്, ഗ്രന്ഥം രചിച്ച ആൾ. അപ്പൊ ഈ കിതാബിന്റെ മുഅല്ലിഫ് അദ്ദേഹം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്നാണ്. അതിന്റെ മുഴുവൻ പേര് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ബിൻ സുലൈമാൻ അത്തമീമി അന്നജിദി എന്നാണ്. മുഹമ്മദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇബ്നു അബ്ദുൽ വഹാബ്, അദ്ദേഹത്തിന്റെ ഉപ്പാന്റെ പേര് അബ്ദുൽ വഹാബാണ്. വലിയുപ്പാന്റെ പേര് ബിൻ സുലൈമാൻ, സുലൈമാൻ വലിയുപ്പ, വാപ്പാന്റെ വാപ്പ സുലൈമാൻ. തമീമി കുടുംബ പേരാണ്, തമീമി. അന്നജിദി, നജിദ് സ്ഥലപ്പേരാണ്. അദ്ദേഹം നജിദിൽ ഉള്ള വ്യക്തിയാണ്. ഉലിദ ഫി നജിദ്, നജിദിലാണ് അദ്ദേഹം. നജിദിലെ ഉഐന എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിക്കുന്നത്, നജിദിലെ. അപ്പോ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ, അദ്ദേഹത്തിനെ പറ്റി സാധാരണ അഹ്ലുസുന്നത്തിന്റെ ഉലമാക്കൾ പറയാറുണ്ട്, അദ്ദേഹം മുജദ്ദിദാണ്. മുജദ്ദിദ് എന്ന് പറഞ്ഞാൽ ദീനിനെ പുതുക്കുന്ന ആളെന്നാണ്. പുതുക്കുന്ന ആളെന്ന് പറഞ്ഞാൽ പുതിയൊരു സംഭവം കൊണ്ടൊന്നല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, കുറച്ചു കാലം കഴിയുമ്പോൾ എന്ത് ചെയ്യും, ദീനിലേക്ക് പല ചര്യകളും യഹൂദികളെ പിൻപറ്റി, യഹൂദികളെ പിൻപറ്റി, മുഴുത്തിന് മുഴമായി കുഫാറുകളൊക്കെ പിൻപറ്റി പല ആചാരങ്ങളും കടന്നുകൂടും. അങ്ങനെ കുറച്ച് കടന്നുകൂടുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മുജദ്ദിദിനെ പറഞ്ഞേക്കുന്നതാണ്. ഇമാം അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഇമാം അബൂ ദാവൂദ് അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല, യബ്അസു ലിഹാദിഹിൽ ഉമ്മത്തി, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിലേക്ക് അള്ളാഹു അയക്കും, നിയോഗിക്കും, അലാ റഅസി കുല്ലി മിഅത്തി സനത്തിൻ, ഓരോ 100 വർഷം, അതിന്റെ 100 വർഷത്തിന്റെ പ്രധാന ഘട്ടം എത്തുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മൻ യുജദ്ദിദു ലഹാ ദീനഹ, ഈ ദീനിനെ തജ്ദീദ് ചെയ്യുന്ന ഒരു വ്യക്തി അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞേക്കുന്നതാണ്. അവർ ഇങ്ങനെ കാലം കഴിഞ്ഞ് പോകുമ്പോൾ എന്ത് ചെയ്യും, പതിയെ പതിയെ ഖുറാഫത്തുകൾ മതത്തിലേക്ക് കയറി വരും. ഈ മുഹമ്മദ് അബ്ദുൽ റഹിമഹുല്ലാ നമ്മുടെ സൗദിയുടെ ചരിത്രം അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചരിത്രമാണ്. ജസീറത്തുൽ അറബ്, ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ ജസീറത്തുൽ അറബിലടക്കം ശിർക്കും ഖുറാഫാത്തും കയറി വന്ന് ഉസ്മാനിയ ഖിലാഫത്തിന്റെ സമയത്ത്, ഓട്ടോമൻ എംപയർ എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഉസ്മാനിയ ഖിലാഫത്തിന്റെ സമയത്ത് സകല ഖുറാഫാത്തുകളും ബിദ്അത്തുകളും തോന്നിവാസങ്ങളും ജസീറത്തുൽ അറബിലടക്കം പ്രവേശിച്ച സമയത്ത് അവിടെ ദീനിനെ തജ്ദീദ് ചെയ്ത, യഥാർത്ഥ ഇസ്ലാമിലേക്ക് മടക്കിയ, ദഅവത്ത് ചെയ്ത, ശക്തമായി ജിഹാദ് ചെയ്ത വ്യക്തിയാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ബിൻ സുലൈമാൻ അത്തമീമി അന്നജിദി റഹിമഹുല്ലാഹു തആല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണത്. ഓരോ 100 വർഷം കൂടുമ്പോഴും അതിന്റെ പ്രധാന ഘട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മുജദ്ദിദിനെ പറഞ്ഞേക്കുക. നമ്മൾ ധാരണ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹു തആല നമ്മൾ മുജദ്ദിദീങ്ങളായി പറയാറുണ്ട്. കാരണം അദ്ദേഹം ഈ ഖുറാഫത്തുകളെ കടന്നുകൂടിയപ്പോൾ അവിടെ യഥാർത്ഥ ദീനിലേക്ക് ജനങ്ങളെ മടക്കി കൊണ്ടുപോയ വ്യക്തിയാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ. അതുപോലെ മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ, അദ്ദേഹം മുജദ്ദിദാണ്. അദ്ദേഹം ജനിക്കുന്നത് നജിദിൽ, പറഞ്ഞു നജിദിൽ, ജസീറത്തുൽ അറബിൽ നജിദിലെ അൽ ഉഐന, ഇങ്ങനെ എഴുതുക, ഞാൻ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. അൽ ഉഐനയിലാണ് അദ്ദേഹം ജനിക്കുന്നത്, നജിദിലെ. ഹിജറ 1115 ഹിജറ പ്രബലമായ അഭിപ്രായം ഹിജറ 1115. അതുപോലെ ജോർജിയൻ കലണ്ടർ അനുസരിച്ച്, അതായത് ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ച് 1703 അദ്ദേഹം ജനിക്കുന്നത്, 1703. അതുപോലെ തന്നെ പിന്നെ അദ്ദേഹം വഫാത്താകുന്നത് ഹിജറ 1206. നമ്മുടെ ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ച് 1792, ഏകദേശം 90 വയസ്സിന് മുകളിൽ അദ്ദേഹം ജീവിക്കുന്നുണ്ട്. ഹിജ്രി കലണ്ടർ അനുസരിച്ച് 1206, ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ച് 1792, ഏകദേശം 91 വയസ്സ് വരെ അദ്ദേഹം ജീവിക്കുന്നുണ്ട് റഹിമഹുല്ലാഹു തആല. ഈ ജീവിതം മുഴുവൻ ഈ ദഅവത്തിന് വേണ്ടി മാറ്റിവെച്ച ഒരു ചരിത്രമാണ് നമുക്ക് അദ്ദേഹത്തിൽ കാണാൻ കഴിയുന്നത്. പ്രഗത്ഭരായ പണ്ഡിതന്മാരെ ചരിത്രങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ തന്നെ ഇദ്ദേഹവും വളരെ ചെറിയ പ്രായത്തിൽ ഹാഫിളായി, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഖുർആൻ മനഃപ്പാഠമാക്കുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് ദീൻ പഠിക്കുന്നു. നമ്മൾ ഉലമാക്കളുടെ ചരിത്രം നോക്കുമ്പോൾ ഒന്നുകിൽ അവർക്ക് മോട്ടിവേഷൻ ആയത് ഉമ്മയായിരിക്കും, അല്ലെങ്കിൽ വാപ്പയായിരിക്കും. കൂടുതൽ ഉമ്മമാരുടെ മോട്ടിവേഷനാണ് വലിയ പണ്ഡിതന്മാരെ വാർത്തെടുത്തിട്ടുള്ളത്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇമാം ശാഫിഈ,
അവരൊക്കെ ചരിത്രം നോക്കുമ്പോൾ ഇമാം ബുഖാരി, ഇമാം അഹമ്മദൊക്കെ ഒരുപാട് മശായിഖുമാരുടെ കീഴിൽ പഠിച്ച വലിയ മുഹദ്ദിസാണ്. എന്നിട്ടും അദ്ദേഹത്തിന് ദീന് പഠിക്കാൻ പ്രേരണയായത് ചെറുതിലെ ഉമ്മ നൽകിയ തർബിയത്താണ് എന്നൊക്കെ പറയുന്ന ചരിത്രത്തിൽ കാണാൻ കഴിയും. എന്റെ ഉമ്മ രാവിലെ സുബൈക്ക് പള്ളി കൊണ്ടുവന്ന ചരിത്രമൊക്കെ ഇമാം അഹമ്മദ് അദ്ദേഹത്തിന്റെ ചരിത്രം പറയാൻ നമുക്ക് ഉദ്ധരിക്കുന്നതായി കാണാൻ കഴിയും. അപ്പൊ ഇദ്ദേഹം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ വാപ്പയാണ് മോട്ടിവേഷൻ ആയത്. വാപ്പയും വലിയുപ്പയും, വാപ്പയും വാപ്പയുടെ വാപ്പയൊക്കെ വലിയ പണ്ഡിതന്മാരാണ്, ഫഖീഹുമാരാണ്, മുഫ്തിമാരായിരുന്നു. അങ്ങനെ ഉപ്പാന്റെ കാലശേഷം ഉപ്പാന്റെ കസേര ഖാലിയായപ്പോൾ, അവിടെ ഇരിക്കാൻ ആളില്ലാതായപ്പോൾ, അവിടെയാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് 20-ാമത്തെ വയസ്സിൽ ഉപ്പാന്റെ കസേരയിൽ ഇരുന്നിട്ട് ഫത്വ കൊടുക്കുകയും ദഅവത്തൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഉപ്പാന്റെ അടുത്ത് ആദ്യം പഠിക്കുന്നു, പിന്നീട് വലിയ പണ്ഡിതന്മാരായി മാറുന്നു. ചില ഉമ്മാരെ മോട്ടിവേഷൻ, ഉമ്മാരെ തർബീത്ത്, അങ്ങനെയാണ് ഒരു വലിയ നല്ല ഒരു മകൻ ഉണ്ടാവുക. പ്രത്യേകിച്ച് പണ്ഡിതന്മാരൊക്കെ അങ്ങനെയാണ് ഉണ്ടായി വന്നിട്ടുള്ളത്. നല്ല കുടുംബത്തിൽ നിന്നും നല്ല ഉമ്മാന്റെയും വാപ്പാന്റെയും മക്കളായിട്ടാണ് അവരൊക്കെ വളർന്നു വന്നിട്ടുള്ളത്. അപ്പൊ ഇദ്ദേഹം ആദ്യം പഠിക്കുന്നത് ഉപ്പാന്റെ കീഴിലാണ്. ഇദ്ദേഹത്തിന്റെ പിതാവ് ഖാളിയായിരുന്നു. അവിടെ പല സ്ഥലങ്ങളിലും നജിദിലെ പല പ്രവിശ്യകളിലെയും ഖാളിയായിരുന്നു അദ്ദേഹം. അങ്ങനെ ഉപ്പാന്റെ കീഴിൽ മതം ആദ്യം പഠിച്ചു തുടങ്ങുന്നു. പിന്നീട് അദ്ദേഹത്തിന് പ്രായപൂർത്തി എത്തുമ്പോൾ അദ്ദേഹം മക്കയിലേക്ക് ഹജ്ജ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ആ ഹജ്ജ് ചെയ്യാൻ വേണ്ടി പോകുന്ന യാത്രയിൽ അദ്ദേഹം അവിടെ വെച്ച് ഒരുപാട് പണ്ഡിതന്മാരെ കാണുന്നു. എന്നിട്ട് അവിടെ വെച്ച് അദ്ദേഹം പണ്ഡിതന്മാരുടെ അടുത്ത് നിന്ന് സ്വീകരിക്കും. അപ്പൊ അതുവരെ നാട്ടിൽ നിന്നാണ് ദീന് പഠിച്ചത്. ഉപ്പാന്റെ അടുത്ത് നിന്നും അവിടുത്തെ നാട്ടിലെ പല ആൾക്കാരും ദീന് പഠിക്കുന്നു. പിന്നെ അദ്ദേഹം മക്കയിൽ പോയിട്ട് അവിടെ വെച്ച് അവിടുത്തെ കുറച്ച് ഉലമാക്കളും ദീന് സ്വീകരിക്കുന്നു. പിന്നെ മദീനയിലേക്ക് പോവാണ്. പിന്നെ മദീനയിലേക്ക് പോയതിനു ശേഷം അദ്ദേഹം കാര്യമായി ഹദീസ് മേഖലയിൽ അദ്ദേഹം പ്രാവീണ്യം നേടുന്നത്. ഹദീസിൽ അവിടുത്തെ അന്ന് മദീനയിൽ ഉണ്ടായിരുന്ന വലിയ വലിയ മുഹദ്ദിസീങ്ങളുടെ കീഴിൽ അദ്ദേഹം ദീന് പഠിക്കുന്നു. അന്ന് മദീനയിലെ ഇന്ത്യയിലെ മുഹമ്മദ് സിന്ധി എന്ന് പറയുന്ന അദ്ദേഹത്തെ ഒരു വലിയ പണ്ഡിതനാണ്. മുഹമ്മദ് ഇന്ത്യക്കാരനാണ്. ആ ഉസ്താദിന്റെ അടുക്കലൊക്കെ ഒരുപാട് കാലം പഠിക്കുന്നത്. ഈ ഹദീസ് മേഖലയിൽ ഇന്ത്യൻ പണ്ഡിതന്മാർക്ക് വലിയ സേവനമുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഹദീസിന്റെ സംരക്ഷകരായി ഇന്ത്യൻ പണ്ഡിതന്മാർ നമുക്ക് കാണാൻ കഴിയും. അല്ല ഹിന്ദി സിന്ധി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് ഇന്ത്യൻ ഉലമാക്കളെ കാണാൻ കഴിയും. അതിനുശേഷം അദ്ദേഹം മദീനയിൽ നിന്ന് കുറെ കാലം പഠിച്ചതിനു ശേഷം അദ്ദേഹം ഇറാഖിലേക്ക് പോകുന്നു. ഇറാഖിലെ അന്ന് നമുക്കറിയാം ചരിത്രത്തിൽ അറിയപ്പെട്ട ദീനി മേഖലകളാണ് ഇറാഖിലെ ബസറ, കൂഫ, ബഗ്ദാദ് ഒക്കെ ഇൽമിനാൽ അറിയപ്പെട്ട വലിയ സ്ഥലങ്ങളാണ്. അദ്ദേഹം ബസ്രയിലേക്ക് പോവാണ്. ബസ്രയിൽ ഒരുപാട് ഷെയ്ഖുമാരുടെ അടുത്ത് നിന്ന് ഇൽമ പഠിക്കുന്നു. പ്രത്യേകിച്ച് മുഹമ്മദ് അൽ മജ്മൂഇ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ബസ്രയിലെ ഷെയ്ഖ്, ആ ഷെയ്ഖിന്റെ കൂടെ ഒരുപാട് കാലം ദീനി പഠിച്ചിട്ട് ദഅവത്തിനും ആ ഉസ്താദിന്റെ കൂടെ ഇറങ്ങാൻ, പ്രബോധനത്തിനും ബസ്രയിൽ വെച്ച് തന്നെ ബസ്രയിൽ നിന്ന് ഇൽമ പഠിക്കുന്നു. ബസ്രയിൽ തന്നെ അദ്ദേഹം ദഅവത്ത് ആരംഭിക്കുകയാണ്. അപ്പോ നമുക്കറിയാവുന്നതുപോലെ തന്നെ ഒരു ദഅവത്ത് ഹക്കിലേക്ക് ക്ഷണിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പ്രയാസങ്ങൾ ഉണ്ടാകും. മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് തന്നെ അദ്ദേഹത്തിന്റെ കിതാബിൽ പറയുന്നുണ്ട്, അസ്സബ്റു അൽ അദാഫി. ഒന്ന് നമുക്ക് ഇൽമുണ്ടാവുക, അദ്ദേഹം അടിസ്ഥാനം പറയുമ്പോൾ പറയണം, ഒന്ന് ഇൽമുണ്ടാവുക. അത് അള്ളാഹിനെ കുറിച്ചുള്ള മാരിഫത്താണ്. ഇൽമു എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ കുറിച്ച് അറിയലാണ്, അള്ളാഹിന്റെ റസൂലിനെ കുറിച്ച് അറിയലാണ്, ദീനിനെ കുറിച്ച്, ദീനിന്റെ ശരിയാത്ത അതിന്റെ അതില്ലത്ത്, അതിന്റെ തെളിവുകളൊക്കെ പഠിച്ച് ദീന് കൃത്യമാക്കലാണ്. അപ്പൊ അറിവ് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് പിന്നെ നിർബന്ധമാകുന്നത്? അമലാണ്. ആ അറിവ് കൊണ്ട് അമൽ ചെയ്യുക. അപ്പൊ ഇൽമുമായി അമലുമായി പ്രവർത്തനമായി. പിന്നെ മൂന്നാമത് എന്താണ്? അദ്ദഅവത്തു ഇലൈഹി. 3 ദഅവത്താണ്, അതിലേക്ക് ക്ഷണിക്കുക. ഇത് 3 ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ലാസിമിൽപ്പെട്ടതാണ് അസ്സബ്റു അലൽ അദാഫി. ദഅവത്ത് ചെയ്യുമ്പോൾ ക്ഷമിക്കേണ്ടി വരും, നിർബന്ധമാണ്. ഹക്ക് പറഞ്ഞ ക്ഷമ വാജിബായി. ഹക്ക് പറഞ്ഞാൽ ക്ഷമിക്കേണ്ടി വരും. ക്ഷമയില്ലാതെ പിടിച്ചിരിക്കാൻ പറ്റൂല, കളഞ്ഞിട്ട് പോകേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഹക്ക് പറഞ്ഞാൽ ക്ഷമിക്കുക എന്നുള്ള അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തന്നെ അത് വലിയ പാടാണ്. അദ്ദേഹം ബസ്രയിൽ ദഅവത്ത് ചെയ്യുമ്പോൾ തന്നെ വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നു. കാരണം അള്ളാഹു സുബ്ഹാനഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ കാര്യമാണ്, വലാ തസ്മഉന്ന, നിങ്ങൾ തീർച്ചയായും കേൾക്കുക തന്നെ ചെയ്യും, മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലിക്കും വമിനല്ലദീന അശ്റകൂ അദൻ കസീറ. ഹക്ക് പറഞ്ഞാൽ എന്ത് ചെയ്യും? മുൻകഴിഞ്ഞ വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകളിൽ നിന്നും ശിർക്ക് ചെയ്യുന്ന ആളുകളിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് അദൻ, ഉപദ്രവങ്ങൾ കേൾക്കേണ്ടി വരും എന്ന് സൂറത്ത് ആലി ഇമ്രാന്റെ 176-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയാം. 186-ാമത്തെ ആയത്തിൽ 186-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അത് പറയുന്നുണ്ട്. ഉറപ്പായിട്ടും കേൾക്കേണ്ടി വരും. അങ്ങനെ അദ്ദേഹം ബസ്രയിൽ വെച്ച് അദ്ദേഹം പിന്നെ ഒരുപാട് ഉപദ്രവങ്ങൾ നേരിടേണ്ടി വരുന്നു. അദ്ദേഹത്തിന്റെ ഷെയ്ഖിനും അദ്ദേഹത്തിന്റെ ഉസ്താദിനും ഒരുപാട് ഉപദ്രവങ്ങൾ നേരിട്ടു. അങ്ങനെ അവിടെ നിന്ന് അദ്ദേഹം യാത്ര ചെയ്യുകയാണ്. അങ്ങനെ യാത്ര ചെയ്ത് അദ്ദേഹത്തിന്റെ ഉപ്പ അന്ന് നജിദിലാണുള്ളത്. നജിദിൽ തന്നെ ഒരു സ്ഥലമാണ് ഹുറൈമില എന്ന സൗദിയിൽ ആ പ്രദേശമുണ്ട്. ഹുറൈമില എന്ന സ്ഥലത്തെ ഖാദിയാണ്. അങ്ങനെ അദ്ദേഹം തിരിച്ച് വീണ്ടും ഹുറൈമില എന്ന സ്ഥലത്തേക്ക് അദ്ദേഹം തിരിച്ച് മടങ്ങുന്നു. അപ്പൊ ആ സമയത്താണ് അദ്ദേഹത്തിന്റെ ഉപ്പ മരണപ്പെടുന്നതൊക്കെ. അപ്പൊ ആ സമയത്ത് ഹുറൈമിലയിലെ അമീർ, അവിടുത്തെ അമീർ ഉസ്മാൻ ബിൻ നാസിർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഉസ്മാൻ ബിൻ നാസിർ
ഉസ്മാൻ ബിൻ നാസർ ഇദ്ദേഹത്തിന് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആലയെ അടുത്തറിയുന്ന ആളാണ്, അദ്ദേഹത്തെ സഹായിച്ച വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ദഅവത്ത് ഇദ്ദേഹത്തിനെ വലിയ സ്വാധീനിച്ചിട്ടുണ്ട്. മുഹമ്മദ് അബ്ദുൽ വഹാബ് യഥാർത്ഥ ദീനിലേക്കാണ് ക്ഷണിക്കുന്നത്. നമ്മുടെ നാടുകളിൽ ഖുറാഫത്ത് കടന്നുകൂടി എത്രത്തോളം വെച്ചാൽ അന്നത്തെ അവിടുത്തെ അവസ്ഥ മനസ്സിലാക്കുകയാണെങ്കിൽ ഒരുപാട് ഖബറുകൾ നമ്മുടെ നാട്ടിലെ കാണുമ്പോൾ പല ജാറങ്ങൾ, ഖബറുകൾ, വൃക്ഷങ്ങൾ ആരാധിക്കുന്ന അവസ്ഥ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലും സുബ്ഹാനല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലും ആരാധിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടായിരുന്നു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ. അതുപോലെ മക്കയിലൊക്കെ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ മക്ബറ ഉണ്ടായിരുന്നു, കുബ്ബ ഉണ്ടായിരുന്നു ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ. ആണിപ്പോ ഖുറാഫികൾ പറയുന്ന കാര്യം ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ മക്ബറ പൊളിച്ചത് വഹാബികളാണെന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാറില്ല. അത് അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കത്ത് വെച്ചൊന്നുമല്ല, പിന്നീട് ഖുറാഫത്തുകൾ കടന്നുകൂടി അതിനുശേഷം അവരുണ്ടാക്കിയ കുബ്ബയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളാഹുവിന്റെ ദഅവത്തോടു കൂടി അതൊക്കെ പോകുന്നത്. അതുപോലെ തന്നെ സെയ്ദ് ബിൻ ഖത്താബ്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആലയുടെ സഹോദരൻ സെയ്ദ് ബിൻ ഖത്താബ്, സെയ്ദ് ബിൻ ഖത്താബ്, അദ്ദേഹത്തിന്റെ മക്ബറ കുബ്ബ ഉണ്ടായിരുന്നു. അങ്ങനെ അത്രത്തോളം ശിർക്കും ഖുറാഫത്തും കടന്നുകൂടിയ സമയത്താണ് ഈ ദഅവത്ത്. അപ്പൊ അദ്ദേഹത്തിന്റെ ദഅവത്ത് ഉസ്മാൻ ഇബ്നു നാസിർ എന്ന് പറയുന്ന അന്ന് ഹുറൈമില എന്ന സ്ഥലത്തെ അമീർ ഇദ്ദേഹത്തിന്റെ ദഅവത്ത് ഇഷ്ടപ്പെടുന്നു, ഇദ്ദേഹത്തിന്റെ ദഅവത്ത് ചെയ്യാൻ അവസരം ഒരുക്കി കൊടുക്കുന്നു. അങ്ങനെ അദ്ദേഹം അവിടെ പഠിപ്പിച്ചു തുടങ്ങുന്നതും അദ്ദേഹം ഇൽമു സ്വീകരിക്കുന്നതൊക്കെ, അദ്ദേഹത്തിന്റെ ഇൽമ അങ്ങനെ പതിയെ പതിയെ ഓരോ ഘട്ടമായിട്ട് വ്യാപിച്ചു വരികയാണ്. അദ്ദേഹത്തിന്റെ ദഅവത്ത് ഇങ്ങനെ ശക്തമായി വ്യാപിച്ചപ്പോൾ രണ്ട് കൂട്ടം ആളുകളാണ് അദ്ദേഹത്തെ എതിർക്കുന്നത്. രണ്ട് കൂട്ടം ആളുകൾ. ഒന്ന് ഷിർക്കിലും ഖുറാഫത്തിലും കഴിഞ്ഞ ജാഹിലീങ്ങളായ എന്നാൽ ഉലമാക്കൾ എന്ന് പറയുന്ന ആളുകൾ. ജാഹിലീങ്ങൾ അവിവേകികളാണ്, എന്നാൽ ആലിമികളാണെന്ന് സ്വയം വാദിക്കുന്ന നമ്മുടെ നാട്ടിലെ പോലുള്ള ആൾക്കാർ. രണ്ടാമത് രൂപ ആളുകൾ അദ്ദേഹത്തെ എതിർത്തത് ഹക്ക് അറിയാം, തൗഹീദിലാണ് മടങ്ങേണ്ടത്, യഥാർത്ഥ ഇസ്ലാം അതാണെന്ന് അറിയാവുന്ന ആളുകളാണ്. പക്ഷെ ഇത്ര നാളും അവർ അഡ്ജസ്റ്റ്മെന്റിൽ ഒപ്പിച്ചു പോവായിരുന്നു. കാരണം അന്ന് കൂടുതലുള്ളത് ഷിർക്കാണ്, ഖുറാഫത്താണ്. അപ്പൊ ഇപ്പൊ അങ്ങോട്ട് തൗഹീദ് ഉറപ്പിച്ച് പറഞ്ഞാൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകും എന്ന് പേടിച്ച് നിന്ന, ഹക്കറിയാം പക്ഷെ പറയാൻ പേടിച്ച് നിന്ന കുറച്ച് വിഭാഗം ഉലമാക്കൾ. ഈ രണ്ട് ടീമുകൾ എന്ത് ചെയ്തു? രണ്ട് വിഭാഗം ആൾക്കാരും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ എതിർത്തു. ഒന്നാമത്തെ സംഘം ആളുകൾ എതിർക്കാൻ കാരണം ഷിർക്കിലാണ്, ഖുറാഫത്തിലാണ്, അതിന് വിപരീതമായ തൗഹീദിലേക്ക് ഇദ്ദേഹം ക്ഷണിക്കുന്നു. രണ്ടാമത്തെ വിഭാഗം അഥവാ തൗഹീദ് മനസ്സിലാക്കിയ ആളുകൾ പോലും ഇദ്ദേഹത്തെ എതിർക്കാൻ കാരണം ഇതാണ് ഹക്ക് എന്നവർക്ക് മുമ്പേ അറിയാമായിരുന്നു. പിന്നെ ഇപ്പൊ ഇദ്ദേഹത്തെ സത്യപ്പെടുത്തി കഴിഞ്ഞാൽ ആൾക്കാർ ചോദിക്കും, അത് നിങ്ങൾക്ക് അറിയായിരുന്നില്ലേ ഇത്ര നാള്, പിന്നെന്താ പറഞ്ഞു തരാത്തത് എന്ന് ആൾക്കാർ ചോദിക്കും. അങ്ങനെ അസൂയ കൊണ്ട് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാത്ത, അദ്ദേഹത്തിന് എതിർത്ത രണ്ട് വിഭാഗമാണ്. അപ്പോൾ ചുറ്റും മുഴുവൻ എല്ലാ സ്ഥലത്തും അദ്ദേഹത്തിന് എതിർപ്പാണ്. വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമാണ് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ ഈ ദഅവത്ത് ഒന്നുകൂടി വ്യാപിക്കാൻ ചില കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്നുകൂടി വ്യാപിക്കാൻ ഒന്ന്, അദ്ദേഹം ഈ പിന്നെ സെയ്ദുൽ ഖത്താബ് ഹുറൈമിലയിൽ തന്നെയാണ്, ഹുറൈമിൽ പറഞ്ഞില്ലേ, അദ്ദേഹം ഉള്ള ഹുറൈമിലയിൽ തന്നെ, ഹുറൈമിലയിലാണ്. അവളെ എന്തിനാണ് ഷക്കുണ്ടായി ചോദിച്ചാൽ മതി, ഇവിടെ എന്താന്നുള്ളത് നിങ്ങളൊന്ന് മെസ്സേജ് ടൈപ്പ് ചെയ്ത് ചോദിച്ചാൽ മതി. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് പറയാം ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മൾ പറഞ്ഞ ഈ ഹുറൈമിലയിൽ തന്നെ, ഹുറൈമിലയിലെ ഒരു ഹുബ്ബ ആയിരുന്നു ഈ സെയ്ദ് ബിൻ ഖത്താബ് എന്ന് പറയുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സഹോദരന്റെ മക്ബറ. ഇത് അദ്ദേഹം ഈ ഉസ്മാൻ ബിൻ നാസിർ എന്ന ഹുറൈമിലയിലെ അമീറിന്റെ അനുമതി പ്രകാരം അദ്ദേഹം തകർത്ത് കളഞ്ഞു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുവാദമുള്ള കാര്യമാണ്, ഹദീസ് സ്ഥിരപ്പെട്ടു വന്ന കാര്യമാണ്. മക്ബറകളെ ഇല്ല സൗബൈതഹു, ഒരു മക്ബറയും വിടരുത്, അതിനെ നിരപ്പാക്കിയിട്ടില്ലാതെ എന്നൊക്കെ ഹദീസ് പല സഹാബാക്കളും നബി നിർദ്ദേശിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ ഖബർ എന്ത് ചെയ്യുന്നു, പിന്നെ ഇതാക്കുന്നു, ആ കുബ്ബ പൊളിച്ചു കളയുന്നു. അപ്പൊ ഇത് അവിടെ അറിയപ്പെട്ടു. ഈ ഒരു കാര്യം കൊണ്ട് അദ്ദേഹത്തിനോട് വ്യാപിക്കുകയാണ്, ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ടെന്നുള്ളത് അവിടെ അറിയപ്പെടുന്നു. രണ്ടാമത്തെ ഒരു കാര്യം, ഇദ്ദേഹം അവിടെ ഫത്വ എടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് ഒരു സ്ത്രീ വന്നു. ഒരു സ്ത്രീ വന്നിട്ട് ആൾക്ക് സംഭവിച്ചൊരു കുറ്റബോധം, വ്യഭിചാരം സംഭവിച്ചു പോയി. അപ്പൊ അതിന് ശിക്ഷ നടപ്പിലാക്കണമെന്നാണ് സ്ത്രീ പറയുന്നത്. അപ്പോ ആദ്യം ഈ സ്ത്രീ അദ്ദേഹം പറഞ്ഞയക്കുന്നു, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അതാണ്. നമ്മുടെ മായിസ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം വ്യഭിചാര കുറ്റവുമായി വന്നപ്പോൾ റസൂലുള്ളാഹി പല ആവർത്തി മടക്കി അയച്ചു. പിന്നീടാണ് അത് സ്ഥിരപ്പെടുത്തുന്നത്. അപ്പൊ ഈ സ്ത്രീ അങ്ങനെ പറഞ്ഞപ്പോൾ ആദ്യം സ്ത്രീയെ മടക്കി അയക്കുന്നു, പിന്നീട് ആ സ്ത്രീ വീണ്ടും വീണ്ടും വന്ന് ശിക്ഷ നടപ്പിലാക്കണം എന്ന് പല ആവർത്തി പറഞ്ഞപ്പോ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഇന്ന ഹാക്കില ബുദ്ധിക്ക് എന്താ പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവിടെയുള്ള ആൾക്കാർ പറയണല്ല, പ്രശ്നമൊന്നുമില്ല, ഇന്ന ഹാക്കില ബുദ്ധിയുള്ള സ്ത്രീയാണ്. അതുപോലെ തന്നെ ഇന്നഹ മുഹസ്സന, അത് വിവാഹം കഴിഞ്ഞ സ്ത്രീയുമാണെന്നാണ്. അപ്പോൾ വിവാഹം കഴിഞ്ഞാൽ ഇസ്ലാമിക ശരീഅത്തിൽ വ്യഭിചാരം സംഭവിച്ചാൽ എറിഞ്ഞു കൊല്ലലാണ്. വിവാഹത്തിന് മുമ്പാണെങ്കിൽ 100 അടിയാണ്,
വിവാഹം കഴിഞ്ഞവരാണ് വ്യഭിചാരത്തിൽ ഏർപ്പെട്ടതെങ്കിൽ എറിഞ്ഞു കൊല്ലലാണ്. അങ്ങനെ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന അമീർ പിന്നെ ഉസ്മാൻ ബിൻ നാസറിനോട് സംസാരിക്കുന്നു, ഇവരുടെ ഹദ് നടപ്പിലാക്കാൻ കൽപ്പിക്കുന്നു. അങ്ങനെ ഈ സ്ത്രീയുടെ ഹദ് നടപ്പിലാക്കപ്പെടുന്നു. അപ്പൊ അന്നുള്ള ഈ അവസ്ഥ നമ്മൾ ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് ആലോചിച്ച് നോക്കി. ഇന്നൊരു സ്ത്രീ എറിഞ്ഞു വന്നാല് ഒരു സ്ഥലത്ത് ഇസ്ലാമിക ശരിയാറ്റാണ്, എറിഞ്ഞു കൊല്ലാണെന്ന് വാർത്തയിൽ വന്ന് അങ്ങനെ ഉണ്ടാവും. അതുപോലെ തന്നെയാണ് അന്ന് അവസ്ഥ. ഈ ശരിയത്തൊക്കെ മറക്കപ്പെട്ട, ഈ ഒരു ഹുക്കുമൊക്കെ മറക്കപ്പെട്ട അവസ്ഥയിലാണ്. കാരണം ഷിർക്കിലും ഖുറാഫാത്തിലും മുഴുകി ജീവിക്കുന്ന അവസ്ഥയിൽ ഇങ്ങനത്തെ ശരിയത്തൊക്കെ മറന്നുപോകും. ഇതും ഈ ഒരു കാര്യവും എന്ത് ചെയ്തു, ഈ ഒരു വാർത്തയും അദ്ദേഹത്തിന്റെ പേര് പല നാടുകളിലേക്കും എത്താൻ കാരണമായി. രണ്ട് കാരണം: ഒന്ന്, കുബ്ബ വിളിച്ചത്; രണ്ട്, ഈ ഹദ് നടപ്പിലാക്കിയത്. ഈ അമീറിന്റെ നേതൃത്വത്തിൽ ഈ ഹദ് നടപ്പിലാക്കിയ വിഷയം, അത് ഫത്വ കൊടുത്തത് മുഹമ്മദ് അബ്ദുൽ വഹാബാണ് എന്ന കാര്യം കൊണ്ട് അദ്ദേഹത്തിന്റെ പേരെന്ന് കൂടി അറിയപ്പെടുന്നതായി. അങ്ങനെ അറിയപ്പെട്ടു, പല നാടുകളിലേക്കും എത്തി. പിന്നെ പ്രശ്നം എന്താ വെച്ചാൽ, ഇങ്ങനെ അറിയപ്പെട്ടപ്പോ ഈ ഹുറൈമില എന്ന പ്രവിശ്യ അടക്കം, നജിദിലെ ഹുറൈമില എന്ന പ്രവിശ്യ അടക്കം, പിന്നെ ഓരോ പ്രവിശ്യയിലും ഓരോ അമീർമാരാണല്ലോ. ഈ അമീർമാർക്കെല്ലാം നേതൃത്വം കൊടുക്കുന്ന ഒരു അമീറുണ്ട്. അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് കാര്യം എത്തി. അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് കാര്യം എത്തിയപ്പോഴാണ് അദ്ദേഹം ഈ ഉസ്മാൻ ബിൻ നാസർ എന്ന അമീർ പിന്നെ ഇദ്ദേഹത്തിന് ഇങ്ങനെ അയച്ചു വിട്ടിരിക്കുകയാണെന്നൊക്കെ ആൾക്കാർ പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ രണ്ട് കാര്യം ചെയ്തിട്ടുണ്ട്, അപകടകാരിയാണ്, പുതിയ ദീന് കൊണ്ടുവന്ന ആളാണ്, അതേപോലെ പറഞ്ഞു. അപ്പൊ ഇദ്ദേഹത്തിന് കത്തെഴുതി. ആർക്ക്? ഈ ഉസ്മാൻ, ഈ ഹുറൈമിലയിലെ അമീറിന് കത്തെഴുതി, ഇമ്മ അൻ തഖ്തുല, ഒന്നിൽ ഞാൻ കൊല്ലണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നൽകുന്ന ഖറാജ്, അഥവാ വലിയ അമീറുകളുടെ കീഴിൽ നിന്നും ചെറിയ പ്രവിശ്യകളിലേക്ക് നൽകുന്ന, ഓരോ മാസം നൽകുന്ന ഒരു സംഖ്യ ഉണ്ടാവും, സാമ്പത്തികമായ സഹായം, അത് നമ്മൾ അവസാനിപ്പിക്കുന്നു. രണ്ട് ഓപ്ഷനാണ്: ഒന്നിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മുഹമ്മദ് അബ്ദുൽ വഹാബിനെ കൊല്ലാം, അല്ലെങ്കിൽ നമ്മൾ ഞങ്ങൾക്ക് നൽകുന്ന മാസം തോറും തരുന്ന ആ പൈസ നമ്മൾ അവസാനിപ്പിക്കും, പിന്നെ നമ്മൾ ആ സഹായം ഉണ്ടാവില്ലെന്നാണ്. അതുകൊണ്ട് തന്നെ ഈ അമീർ ഉസ്മാൻ നാസർ നിർബന്ധിതനായി. മുഹമ്മദ് അബ്ദുൽ വഹാബിനെ കൊല്ലാൻ അദ്ദേഹത്തിന് മനസ്സ് വരുന്നില്ല. കാരണം അദ്ദേഹം പറഞ്ഞ ഹക്കാണെന്ന പൂർണ്ണമായ ബോധം ഈ അമീറിനുണ്ട്. മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമയോട് പറയുന്നതാണ്, എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല, നാട് നല്ല രൂപത്തിൽ കഴിഞ്ഞു പോകണമെങ്കിൽ പൈസ, സാമ്പത്തികമായ സഹായം അനിവാര്യമാണ്, അതുകൊണ്ട് നിങ്ങൾ നാട് വിട്ടു പോകണം എന്ന് ഇദ്ദേഹം പറഞ്ഞു വന്നതാണ്. അങ്ങനെ നിർബന്ധിതനായിക്കൊണ്ട് അദ്ദേഹം അമീറിന്റെ വാക്കേട്ട് നാട് വിട്ടു പോവുകയാണ്. നാട് വിട്ടു പോയി പിന്നെ അദ്ദേഹത്തിന് നജദിൽ തന്നെ ദിറഇയ്യ എന്ന് പറയുന്ന പ്രവിശ്യയിലാണ്, സ്ഥലത്തേക്കാണ്. ദിറഇയ്യ എന്ന സ്ഥലത്താണ്. എന്നത് സൗദിയിലെ സ്ഥലം കാണാൻ പറ്റും. അവിടെയാണ് മുഹമ്മദ് ബിൻ സഊദ്, നമ്മുടെ ഇന്നത്തെ സൗദി അറേബ്യയുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പരാമർശിക്കുന്ന മുഹമ്മദ് ബിൻ സഊദ് ആ ദിറഇയ്യയിലെ അമീറായിരുന്നു. ദിറഇയ്യയിലെ അമീറായിരുന്നു മുഹമ്മദ് ബിൻ സഊദ്. അപ്പൊ ഇദ്ദേഹം ദിറഇയിൽ വന്ന ഇദ്ദേഹത്തിന്റെ ഒരു ശിഷ്യന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. ഈ അഥവാ മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആലയുടെ ഒരു ശിഷ്യനുണ്ട്, അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് ബിൻ സുവൈലിം എന്നാണ്. അപ്പൊ ഈ ദിറഇയിലെ മുഹമ്മദ് ബിൻ സുവൈലിം എന്ന ശിഷ്യന്റെ വീട്ടിലാണ് തൽക്കാലം താമസിക്കുന്നത്. കാരണം പുറത്തിറങ്ങിയാൽ പ്രശ്നമാണ്. ചെറിയ വീട്ടിലാണ്, ചെറിയ സൗകര്യങ്ങളാണ് താമസിക്കുന്നത്. അപ്പൊ ഈ മുഹമ്മദ് ബിൻ സഊദിന്റെ ഭാര്യ, ദിറഇയിലെ അമീറായ മുഹമ്മദ് ബിൻ സഊദിന്റെ ഭാര്യ സ്വാലിഹത്തായ സ്ത്രീയാണ്. നല്ല ദീനിൽ അറിവുള്ള, ദീനോട് താല്പര്യമുള്ള മുവഹിദത്തായ ഒരു സ്ത്രീയാണ് ആര്? ഈ മുഹമ്മദ് ബിൻ സഊദിന്റെ ഭാര്യ. അപ്പൊ മുഹമ്മദ് ബിൻ സഊദിന്റെ ഭാര്യയുടെ അടുക്കിലേക്ക് ഈ മുമ്പ് ഹുറൈമിലയിൽ ശക്തമായ തൗഹീദ് ദഅവത്ത് ചെയ്ത മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എത്തിയിട്ടുണ്ട് എന്ന വാർത്ത മുഹമ്മദ് ബിൻ സഊദ് റഹിമഹുല്ലാഹു തആലയുടെ ഭാര്യയുടെ അടുക്കിലേക്ക് എത്തുന്നു. ഒരു ദീനെ കുറിച്ച് എപ്പോഴും പഠിക്കുകയും ആ മേഖലയിൽ അറിവുള്ള ആളായതുകൊണ്ട് മഹദിയുടെ അടുക്കിലേക്ക് കാര്യം എത്തുന്നു. അങ്ങനെ ഭർത്താവിന്റെ അടുക്കൽ വന്ന് മുഹമ്മദ് ബിൻ സഊദിന്റെ ഭാര്യയാണ് ഈ കാര്യം പറയുന്നത്. ഇങ്ങനെ നമുക്കൊരു ഈ വാക്ക് ഇങ്ങനെയാണ്. നമുക്ക് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ചരിത്രം വിശദമായി പഠിക്കാൻ പറ്റിയ രണ്ട് കിതാബുണ്ട്. ഒന്ന് അബ്ദുൽ അസീസ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് തആലയുടെ കിതാബ്, മുഹാവറയാണ്, ഒരു ക്ലാസ്സാണ്. ആ ക്ലാസ്സിനെ ശിഷ്യന്മാരെ കിതാബ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സാലിഹ് അൽ ഫൗസാൻ ഒരു മുഹാവറ, ഒരു ക്ലാസ് ഉണ്ട്. അപ്പൊ അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു മൊത്തത്തിൽ ഐഡിയ നമുക്ക് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആലയെ കുറിച്ച് കിട്ടും. ഇബ്നു ബാസിന് ഒരു മുഹാദറ, ഒരു ക്ലാസ് ഉണ്ട്. ആ ക്ലാസ് കിതാബാക്കിയ ഗ്രന്ഥരൂപണുണ്ട്. അപ്പൊ ഈ ഭാര്യ ഷെയ്ഖിന്റെ അടുത്ത് പറയാം, മുഹമ്മദ് ബിൻ സഊദ് അമീറിന്റെ അടുത്ത് പറയാണ്, നമുക്കൊരു ഗനീമത്ത് വീണ് കിട്ടിയിട്ടുണ്ട്, നമ്മളത് ഉപയോഗപ്പെടുത്തുന്നു പറയണം. അപ്പോൾ ഭാര്യയുടെ വാക്ക് കേട്ട്, അദ്ദേഹം തൗഹീദിനോട് താല്പര്യമുള്ള വ്യക്തിയാണ്, അദ്ദേഹത്തെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കാം എന്ന് ഭാര്യയോട് ആര് പറയാണ്? മുഹമ്മദ് ബിൻ സഊദ് പറയാണ്.
ഭാര്യ പറഞ്ഞല്ല, അത് നമ്മുടെ രീതി അതല്ല. ഉമറാക്കളുടെ രീതി, യഥാർത്ഥ ഉമറാക്കളുടെ രീതി അതല്ല. ഉമറാക്കളുടെ രീതി ഉലമാക്കളെ അങ്ങോട്ട് പോയി കാണലാണെന്നാണ്. ഉലമാക്കളെ, പണ്ഡിതന്മാരെ അങ്ങോട്ട് വിളിക്കലൊരു ബഹുമാനല്ല, അങ്ങോട്ട് പോയി കാണണം. അതാണ് അദബ് എന്ന് ഭാര്യ പറഞ്ഞു. ഭാര്യയുടെ വാക്ക് കേട്ട് മുഹമ്മദ് ബിൻ സഊദ്, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല കാണാൻ വേണ്ടി അങ്ങോട്ട്, ഈ മുഹമ്മദ് ബിൻ സുവൈരിം എന്ന ശിഷ്യന്റെ വീട്ടിൽ, ചെറിയ വീട്ടിൽ വലിയ കൊട്ടാരത്തിൽ താമസിക്കുന്ന രാജാവ് പോയി എന്നാണ്. ഇന്ന് നമുക്ക് എന്ത് കാണാൻ പറ്റും? ഇന്ന് നമുക്ക് മുഹമ്മദ് ബിൻ സൽമാൻ അടക്കമുള്ള ആ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരിൽ ആ ഒരു ശൈലി കാണാൻ പറ്റും. ഉലമാക്കൾ അങ്ങോട്ട് പോയി കാണാം. ഉലമാക്കളുടെ വീട്ടിലേക്ക് പോയൊക്കെ സന്ദർശിക്കുന്നതൊക്കെ നമുക്ക് ഇന്നും കാണാൻ കഴിയും. അത് അവരുടെ ഒരു ശൈലിയാണ്, ആ കുടുംബത്തിലെ ഒരു മഹിമയാണ്. അങ്ങനെ മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആലയെ വീട്ടിലേക്ക് ചെന്ന് കാണുന്നു. വീട്ടിലേക്ക് ചെന്ന് കണ്ട് താങ്കളുടെ ദഅവത്ത് ശക്തിപ്പെടുത്തണം, ഇവിടെ ദിർഇയിൽ താങ്കൾക്ക് ഒരു തടസ്സവുമില്ല, താങ്കൾ ശക്തമായി ദഅവത്ത് ചെയ്യണം, അള്ളാഹു താങ്കളെ സഹായിക്കും എന്ന് മുഹമ്മദ് ബിൻ സഊദ് റഹിമഹുല്ലാഹു തആല പറയുകയും, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് തിരിച്ച് മുഹമ്മദ് ബിൻ സഊദിനോട്, താങ്കൾ എനിക്ക് ഈ ദഅവത്ത് ചെയ്യാൻ, യഥാർത്ഥ തൗഹീദിലേക്ക് ക്ഷണിക്കാനുള്ള അനുമതി തരുമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം ഉണ്ടാകും, താങ്കളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിനെ വിജയിപ്പിക്കുന്നൊക്കെ അവർ പരസ്പരമുള്ള ഒരു ചർച്ച നമുക്ക് കാണാൻ കഴിയും. ഏതായാലും അങ്ങനെയാണ് ബാക്കിയുള്ള ചരിത്രങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കിയുള്ള കാര്യം നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വിശദമായി തന്നെ ഒന്ന് സൗദിയുടെ ചരിത്രം ഒന്ന് സൂചിപ്പിച്ച് പോകാം. എന്നിട്ട് അപ്പോഴാണ് നമുക്ക് ഈ കിതാബിന്റെ എഴുതാനുള്ള കാരണവും, ഈ കിതാബ് ഏത് സാഹചര്യത്തിലാണ് എഴുതിയതെന്നും, ഇദ്ദേഹത്തിന് അറിയപ്പെട്ട കിതാബായ കിതാബ് തൗഹീദ്, നവാഖിദുൽ ഇസ്ലാം, അതൊക്കെ ഷെയ്ഖിന്റെ കിതാബ് പഠിക്കേണ്ട, അടിസ്ഥാനപരമായി തൗഹീദ് അറിഞ്ഞിരിക്കേണ്ട കിതാബുകളാണ്. കിതാബ് തൗഹീദ്, അൽ ഉസൂൽ അസ്സലാസ അല്ലെങ്കിൽ സലാസത്തുൽ ഉസൂൽ, അല്ലെങ്കിൽ ഖവായിദ് അൽ അർബഅ, നവാഖിദുൽ ഇസ്ലാം പോലുള്ള ഗ്രന്ഥങ്ങൾ അഖീദ പഠിക്കുന്ന ആളുകൾ, വിശ്വാസപരമായി പഠിക്കുന്ന ആളുകൾ അടിസ്ഥാനപരമായി പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. സുബ്ഹാനല്ലാഹ്, ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന വലിയ ഇംഗ്ലീഷിലും മറ്റുമൊക്കെ ലോകത്ത് അറിയപ്പെടുന്ന ആൾക്കാർ തന്നെ ഈ അഖീദ പഠനത്തിന് പ്രാധാന്യം നൽകാത്ത അവസ്ഥ ഉണ്ട്. അതിന് ആൾക്കാരോട് നല്ലൊരു പെരുമാറണം, സ്വതക്ക ചെയ്യണം, സക്കാത്ത് കൊടുക്കണം, നിസ്കരിക്കണം, ചിരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഇങ്ങനെ സോപ്പിട്ട് പോകുന്ന ഒരു രൂപം പഠിച്ച ആൾക്കാരിൽ പോലും കാണാൻ കഴിയുന്നത്. അതാണ് എല്ലാവർക്കും ഇഷ്ടം, അതാണ്. അത് അവർക്കും പ്രശ്നമില്ല, കേൾക്കുന്ന ആൾക്കാർക്ക് സന്തോഷം, ഹാപ്പി, എല്ലാവരും ഹാപ്പി, ശത്രുക്കളൊന്നുമില്ല. അത് ഇസ്ലാമിന്റെ മനഹജല്ല. നമ്മളെ ദഅവത്ത് ചെയ്ത ശത്രുക്കൾ ഉണ്ടാവും, എതിരാളികളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അഖീദ പഠനം, സുബ്ഹാനല്ലാഹ്, എത്രത്തോളം വെച്ചാൽ ഇംഗ്ലീഷിലൊക്കെ അറിയപ്പെട്ട ഒരു വ്യക്തിയുടെ പ്രസംഗം നമ്മളൊക്കെ മുമ്പ് കേട്ടിരുന്നതാണ്. നമ്മളെ മുമ്പ് കാലം അദ്ദേഹത്തിന്റെ സംസാരം കേട്ടു. അഖീദ, ഖുറാനിൽ എത്ര അഖീദ എന്ന വാക്കുണ്ട്? അഖീദ എന്ന് ഖുറാനിൽ എത്ര വട്ടം വന്നിട്ടുണ്ട്? ഇല്ലല്ലോ. അതുകൊണ്ട് അഖീദ എന്ന് അങ്ങനെ ഗൗരവം കൊടുക്കേണ്ട കാര്യമല്ല എന്ന് പോലും ലോകത്ത് അറിയപ്പെടുന്ന പ്രഭാഷകരിൽ നിന്ന് പോലും, അവരുടെ വായിൽ നിന്ന് പോലും അത്തരത്തിലുള്ള വലിയ ജഹാലത്ത് വരുന്ന കാലഘട്ടത്തിൽ അഖീദ പഠനം വലിയ പ്രധാനമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി നമ്മളിത് പഠിക്കാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് ഓരോ കായികയും 10 കാര്യമാണുള്ളത്, അത് ഓരോന്നും ഇൻഷാ അല്ലാഹ് വിശദമായി പഠിച്ചു പോകേണ്ടതുണ്ട്. നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് പിന്നെ ക്ലാസ്സിന്റെ അവസാനം ചോദിക്കാനുള്ള അവസരം തരാം. അല്ലെങ്കിൽ നിങ്ങൾ സംശയങ്ങൾ ഇതിന്റെ പിന്നെ അഡ്മിൻ അയച്ചു കൊടുത്താൽ മതി. നമുക്ക് തൊട്ടടുത്ത ക്ലാസ്സിൽ ആ സംശയങ്ങൾ ദൂരീകരിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അതാണ് ഒന്നുകൂടി നല്ലതെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ സമയത്ത് നിന്ന് അധികമായി പോകും. ലാസ്റ്റ് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ അവസരം തന്നാൽ സമയം കൂടി പോകുന്ന അവസ്ഥ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അഡ്മിൻ അയച്ചു കൊടുത്താൽ മതി. തൊട്ടടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ സംശയങ്ങൾ ദൂരീകരിച്ചുകൊണ്ട് ആരംഭിക്കാം. ഇൻഷാ അല്ലാഹ് നമ്മുടെ സമയം നമുക്ക് അവസാനിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പഠിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകട്ടെ. മൻഹജും അഖീദും ഒക്കെ ക്ലിയറായി ലാ ഇലാഹ ഇല്ലല്ലാഹ് കൃത്യമായി പഠിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ കൃത്യമായി പഠിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. هذا والله سبحانه وتعالى أعلم، وصلى الله وسلم على نبينا محمد والحمد لله رب العالمين.